കാലത്തും അഭദ്രനായൊരു നാളിലും ഭാവിയായിരുന്നൊരു കാലത്തും അഭദ്രനായൊരു നാളിലും ക്രൂശിലു ശത്രുവാ ജീവിച്ച നാളിലും എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിലു ശത്രുവാ ജീവിച്ച നാളിലും എന്നെ സ്നേഹിച്ചല്ലോ. എന്തോ കണ്ടു പുത്ര സ്നേഹിപ്പാൻ ഉത്തരവാദിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയാൽ യേശുവേ. എന്തു കണ്ടു പുത്ര സ്നേഹിപ്പാൻ ഉത്തരവാദിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയാൽ യേശുവേ. രക്ഷകൻ പദവിയാൽ വീണ്ടെന്ന്, രക്ഷകൻ പദവിയായി വീണ്ടല്ലേ. ആത്മാവിൻ ദാനത്തെ നൽകി നീ, രക്ഷകൻ പദവിയായി വീണ്ടല്ലേ. ആത്മാവിൻ ദാനത്തെ നൽകി നീ, മകനാക്കി വർഷമേകി സ്വാതന്ത്ര്യമേകിയതാ. മകനാക്കി വർഷമേകി സ്വാതന്ത്ര്യമേകിയതാ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര വാദിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയാൽ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര
ആമേൻ. സ്തോത്രം. രക്ഷയുടെ പദവി എത്ര വലുതാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ നിരാശപ്പെടുന്നത് കർത്താവേ, ആമേൻ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ആമേൻ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഭൗതിക വിഷയങ്ങളെയും നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ ശാരീരിക വിഷയങ്ങൾ, ഇതൊക്കെയെല്ലാം നോക്കിയിട്ടാണ് നാം ദൈവത്തിന് നന്ദി പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇതൊന്നും ഓർത്തല്ല നാം കർത്താവിന് നന്ദി പറയേണ്ടത്. ദൈവം നമ്മളെ രക്ഷിച്ചു. ആമേൻ. ഈ രക്ഷയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് എല്ലാം ദൈവം തന്നിട്ടുണ്ട്. ആ രക്ഷയിൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും നമ്മുടെ ആത്മീയ തലം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക തലത്തിന്റെ അകത്താണ് നാം കർത്താവിനെ ആരാധന. നമ്മുടെ ഭൗതിക തലത്തിൽ ഒരു ക്ഷീണം വന്നാൽ നമ്മുടെ കൈയ്യടി കുറയും. ഹല്ലേലൂയ. നമ്മുടെ ആരാധന കുറയും. പക്ഷേ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമ്മൾ ദൈവത്തെ ആരാധിക്കരുത്. ദൈവം നമുക്ക് ചെയ്ത നന്മ അതിനേക്കാളെല്ലാം 10,000 മടങ്ങ് ഉന്നതമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സ്തുതിയും ആരാധനയും ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എന്തിനെ ഓർത്ത കർത്താവിനെ ആരാധിക്കുന്നത്? നാം എന്ത് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. ദൈവം ചിന്താതിമകത്തായ നമ്മളെ ഓർത്ത് നാം കർത്താവിന് നന്ദി പറയുമ്പോൾ അതോടുകൂടെ നമ്മുടെ ആരാധനയിൽ ഇതിന്റെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ഇതിന്റെ സാമ്പത്തിക വിഷയത്തിന് മേൽ ദൈവത്തിന്റെ കാര്യം വെളിപ്പെടും. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം വെളിപ്പെടുവാനിടയായി തീരും. നമ്മൾ കാണേണ്ടത് നമ്മൾ കാണണം. ആമേൻ. നമ്മൾ കാണേണ്ടത് കാണുമ്പോൾ നമ്മുടെ ആത്മീയ കണ്ണ് പ്രകാശിക്കണം. ഹല്ലേലൂയ. യേശുവിന് ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ് നാം തിരുവനന്തപുരം വായിച്ചപ്പോൾ അവൻ ആ വചനത്തോട് നമുക്ക് എന്താ പറയാൻ കഴിയുന്നത്? കർത്താവ് ആ ഒരു ശ്വാസം മാത്രമായി നിൽക്കുന്ന എനിക്ക് ദൈവം തന്ന പദവി എത്ര വലുതാ. അവൻ ഈ ദൈവത്തിന്റെ മകനാണ് ഞാൻ. ഹല്ലേലൂയ. ആ ദൈവം ഒരുക്കിയിരിക്കുന്ന രാജ്യത്തില് അംഗമാണ് ഞാൻ. ഹല്ലേലൂയ. ആ ദൈവത്തെ പിതാവിനെ വിളിക്കുക. ആ പിതാവിന്റെ സന്നിധി നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം. ഇനി നമുക്ക് തരുന്ന ഈ ശ്രദ്ധകരമായിരിക്കുന്ന അനുഭവത്തിനായി നമുക്ക് നന്ദി പറയാം. കർത്താവ് ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് വീണ്ടും നമുക്ക് നന്ദിയോടെ കർത്താവിനെ